അന്താരാഷ്ട്ര മയക്കുമരുന്ന് ദുരുപയോഗത്തിനും നിയമവിരുദ്ധമായ കള്ളക്കടത്തിനുമെതിരായ ദിനമായി എല്ലാ വർഷവും ജൂൺ 26 ലോകം ആചരിക്കുന്നു. ലഹരിയോട് വിട പറയാം, ആരോഗ്യമുള്ള ഒരു നാളേക്കായി കൈകോർക്കാം. മയക്കുമരുന്നിൻ്റെ കറുത്ത നിഴലിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു പോരാടാം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനാശംസകൾ. ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26 എനിക്കും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ മലപ്പള്ളി കാരുണ്യഫം നടത്തുന്ന എൻ്റെ മാനേജിംഗ് ട്രസ്റ്റി വിജയമാണ്. ഇവിടെ 1100 മാനസിക മക്കളുണ്ട്. ഇവിടെ കഴിയുന്ന മക്കളിൽ ഇവരുടെ ചെറുപ്രായത്തിൽ ഒക്കെ വീടുകളിൽ കഴിയുകയും മാതാപിതാക്കളോടൊപ്പം കഴിയുകയും ഒക്കെ ചെയ്ത്, പക്ഷെ അവരെങ്ങനോ അവരുടെ ചെറുപ്രായത്തിലെ അവരുടെ ജീവിത രീതി മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടുത്തുന്നു. ഭവനത്തിൽ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ വീട്ടുകാരി തോതിനെത്തി ഇവരെ വീടുകളിൽ നിന്ന് ഇറക്കിവിട്ടതോ ഇവർ തന്നെ ഇറങ്ങി പോയതോ ആയിരിക്കാം. പക്ഷെ ഇവര് അന്ന് അങ്ങനെ ചെയ്തു പോകുന്നത് കൊണ്ട് ഇന്ന് അവരുടെ നാട്ടിൽ അവരുടെ വീട്ടുകാരെ എന്തുമാത്രം, അവരുടെ മാതാപിതാക്കളെ, അവരുടെ സഹോദരങ്ങളൊക്കെ എന്തുമാത്രം വിഷമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷെ അവരുടെ കാര്യങ്ങളോ ഇങ്ങനെയായി എനിക്ക് പറയാനുള്ളത്, ഈ ലഹരി വിരുദ്ധ ദിനത്തില് നമുക്ക് ഓരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. നമുക്ക് എല്ലാവരെയും നേരെയാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ അയൽപക്കങ്ങളിലുള്ള ഒരു മകനെയെങ്കിൽ നീ ഉപയോഗിക്കരുത്, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാൻ നീ ഇടയാക്കരുത്, എന്നതിന്റെ വീട്ടിൽ സമാധാനം കൊടുക്കണം, സ്വസ്ഥത കൊടുക്കണം. ഇത് അതിനുവേണ്ടി നമുക്ക് ഓരോരുത്തർക്കും കൂട്ടായിട്ട് പരിശ്രമിക്കാം. ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. കുടുംബങ്ങളിലൊക്കെ ഈ ലഹരി ഉപയോഗിച്ച് മക്കളൊക്കെ ഒത്തിരി വഴിപിടിച്ചു പോകുന്ന അവസ്ഥ, അത് നമുക്ക് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരെ അതിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് കുടുംബത്തിൽ സന്തോഷവും സമാധാനം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ഇന്ന് അമിതമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുന്നതിന് വേണ്ടി എന്നാലാകും വിധം ഞാൻ പരിശ്രമിക്കും. ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. മദ്യം, മുതലായ ലഹരി വസ്തുക്കൾ